Good morning, children. We have learned about the fractions and decimals along with the operation of addition and subtraction on them in earlier classes. We now study the operation of multiplication and division of fractions as well as on the decimals. In the previous class, we have learned how to multiply fractions. Two fractions are multiplied by multiplying their numerator and denominator separately and writing the product as the product of numerators divided by product of denominators. In a previous class, how to multiply fraction? Two fractions are multiplied. Multiplying their numerator and denominator separately and writing the product as the product of numerators by product of denominators. Example 1 by 3 into 2 by 5. We multiply the numerator 1 into 2, 2. 3 into 5, 50. How to multiply fraction? Two fractions are multiplied and multiplying their numerator and denominator separately and writing the product as the product of numerators and the product of denominators. ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഡിവിഷനാണ്. ഡിവിഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ് ബൈ എ ഫ്രാക്ഷൻ. ഡിവിഷൻ ഓഫ് ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ. ഫസ്റ്റ് we find the reciprocal of a fraction. Reciprocal of a fraction. The number 5. 5 is written as 5 by 1. 5 is written as 5 by 1 can be obtained by interchanging the numerator and denominator of 5 by 1. Interchange ചെയ്യുമ്പോൾ എങ്ങനെ എടുക്കും? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആകും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആകും. അന്നേരം 1 by 5. അന്നേരം 5 by 1ന്റെ റെസിപ്രോക്കലാണ്. ദ റെസിപ്രോക്കൽ ഓഫ് 5 by 1 equals 1 by 5. Next, 7. 7 is written as 7 by 1. The reciprocal of 7 is equal to 1 by 7. 2 by 5. Reciprocal of 2 by 5 is equal to 5 by 2. ഇതിനെ തിരിച്ചെഴുതണം. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആകണം, ഡിനോമിനേറ്റർ എന്താകണം? ന്യൂമറേറ്റർ ആകണം. ഇപ്പം വേറൊരു എക്സാമ്പിൾ, ദ റെസിപ്രോക്കൽ ഓഫ് 1 by 3. 1 by 3 is written as 3 by 1. എന്നിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, റെസിപ്രോക്കൽ എന്താണെന്ന് മനസ്സിലായല്ലോ. റെസിപ്രോക്കൽ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻവേർട്ടിംഗ് ഇറ്റ് അപ്സൈഡ് ഡൗൺ. എങ്ങനെയാണ്? ഇൻവേർട്ടിംഗ് ഇറ്റ് അപ്സൈഡ് ഡൗൺ. റെസിപ്രോക്കൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ജസ്റ്റ് ദ റെസിപ്രോക്കൽ ഓഫ് 3 1 by 2. അന്നേരം ഫസ്റ്റ് വി ഫൈൻഡ് ദ ഇറ്റ് ഈസ് എ മിക്സഡ് ഫ്രാക്ഷൻ. ഇറ്റ് ചേഞ്ച് ഇൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. 3 into 2 6, 6 plus 1 7, 7 by 2. ഇനി റെസിപ്രോക്കൽ എങ്ങനെ കണ്ടുപിടിക്കാം? 2 by 7. തിരിച്ചെഴുതുക. എന്നാൽ ന്യൂമറേറ്ററിനെ എന്താക്കണം? ഡിനോമിനേറ്റർ ആക്കണം. ഡിനോമിനേറ്ററിനെ എന്താക്കണം? ന്യൂമറേറ്റർ ആക്കണം. അന്നേരം റെസിപ്രോക്കൽ ഓഫ് ദ ഫ്രാക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻവേർട്ടിംഗ് ഇറ്റ് അപ്സൈഡ് ഡൗൺ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയും we have seen how to divide two fractions. We have seen how to divide two fractions. രണ്ട് ഫ്രാക്ഷൻ എങ്ങനെ ഡിവൈഡ് ചെയ്യും? 2 divided by 1 by 3. 2 is written as 2 by 1.
എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്? അന്നേരം ഫസ്റ്റ് ഫ്രാക്ഷൻ ഏതാണ്? 2/1. ഡിവിഷൻ ചേഞ്ച് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ. റെസിപ്രോക്കൽ ഓഫ് 1/3. അന്നേരം 2 divided by 1/3 is written as 2/1 into 1/3 ഡിവിഷൻ എന്തായി മാറുന്നു? ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 1/3 ഈക്വൽ ടു 2/1 ഇൻറ്റു reciprocal of 1/3 is 3/1. Equal to, how to multiply? We multiply the numerator. 2 into 3, 6. Multiply the denominator. 1 into 1, 1. Equal to 6. Next question. 2/3 divided by 3. Now 3 is written as 3/1 equal to 2/3. ഫസ്റ്റ് ഫ്രാക്ഷൻ അതേപോലെ എഴുതാണ്. 2/3 ഡിവിഷൻ എന്തായി മാറും? ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 3/1 equal to 2/3 into reciprocal of 3/1 is equal to 1/3 equal to 2/9. An example, 6 divided by 2 1/5. The 6 is written as 6/1. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. എന്നാൽ നമ്മൾ അതേപോലെ ഡിവൈഡഡ് ബൈ 2 1/5 is equal to 2 into 5 10. 10 plus 1 11. 11/5. ഒരു സ്റ്റെപ്പ് എഴുതുക. എന്നിട്ട് വേണം 6/1 into reciprocal of 11/5 equal to 6/1 into reciprocal of 11/5 is equal to 5/11 equal to 30/11. അന്നേരം മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ നമ്മളൊരു സ്റ്റെപ്പ് എഴുതണം. എഴുതിയിട്ട് നേരിട്ട് നമ്മൾ ചെയ്യരുത്. സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം നിങ്ങൾ എന്തെടുക്കേണ്ടത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എക്സാമ്പിൾ 5 2/10 ഡിവൈഡഡ് ബൈ 3/4. ഇങ്ങനെ വന്ന് എന്തെടുക്കണം? 5 into 10 50. 50 plus 2 52 ഡിവൈഡഡ് ബൈ 10 ഒരു സ്റ്റെപ്പ് എഴുതണം. ഡിവൈഡഡ് ബൈ 3/4 is equal to 52/10 into reciprocal of 3/4 is equal to 52/10 into 4/3. 52 into 4 208/that. Understood? അന്നേരം നമ്മൾ ഏത് ഫ്രാക്ഷൻ വന്നാലും നമ്മൾ ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റിലുള്ള ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ഏതിൻ്റെ റെസിപ്രോക്കലാണ് എടുക്കുന്നത്? റൈറ്റിലുള്ള റെസിപ്രോക്കലാണ് എടുക്കുന്നത്. ഇനി ടീച്ചർ കുറച്ച് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് ശ്രമിച്ച് ദ നമ്പർ 2/1 ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് 1/2 ഓർ ഇൻവേർട്ടിംഗ് 1/2. സിമിലർലി 3/1 is obtained by inverting 1/3. 3/1 നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന്. Observe these products. 7 into 1/7. നിങ്ങളൊന്ന് പറഞ്ഞേ 7 into 1/7. ഇവിടെ ഇൻറ്റു ആണ് ചെയ്തിരിക്കുന്നത്. 7 into 1/7. 7 into 1 7. 1 into 7 7. 7/7 എന്താണ്? 1 ആണ്. 7 into 1/7 is equal to 1. Next 1/9 into 9. 9 is written as 9/1. We multiply the products. 1 into 9 9. 9 into 1 9. 9/9 എന്താണ്? Next 2/3 into 3/2.
Multiply the numerator. 2 into 3, 6. 3 into 2, 6. 6 divided by 6, 1. At the 5 by 4 into 4 by 5. 5 into 4, 20. 4 into 5, 20. Is equal to. Next question. 2 by 7 into dash is equal to 1. നിങ്ങളൊന്ന് ആലോചിച്ച് 2 by 3 അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 1 കിട്ടിയത്. അതാണ്ട് ഇവിടെ 7 വന്നു. 7ന്റെ റെസിപ്രോക്കൽ ഏതാണ്? 1 by 7. അന്നേരം നമുക്ക് 1 കിട്ടി. 1 by 9 വന്നു. അതിൻ്റെ റെസിപ്രോക്കൽ 9. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി. അതുപോലെ 2 by 3 അതിൻ്റെ റെസിപ്രോക്കൽ 3 by 2. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 കിട്ടി. അതേപോലെ 5 by 4 into 4 by 5 reciprocal is equal to 1. In this example 2 by 7 into dash is equal to 1. എന്നാൽ ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 by 7ന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. റെസിപ്രോക്കൽ ഏതാ? 7 by 2. എന്നിട്ട് ആൻസർ ഈസ് 7 by 2. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? റെസിപ്രോക്കലും നമ്പരും റെസിപ്രോക്കലും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, ഡാഷ് ഇൻറ്റു 5 by 9 ഇസിക്കട്ട് 1 ആണ്. എന്നാൽ 5 by 9ന്റെ റെസിപ്രോക്കൽ എന്ത് കിട്ടും? 9 by 5. 9 by 5 into 5 by 9 is equal to 1. The non-zero numbers whose product with each other is 1. Non-zero numbers whose product with each other product each other is 1 are called a reciprocal of each other. എന്നിട്ട് രണ്ട് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടണം. എന്നിട്ട് ഇതിൻ്റെ റെസിപ്രോക്കലാണിത്, ഇതിൻ്റെ റെസിപ്രോക്കലാണ് ഇത്. എന്നിട്ട് ദ നോൺ സീറോ നമ്പേഴ്സ്, ദീസ് ടു നമ്പേഴ്സ് ആർ നോൺ സീറോ. നോൺ സീറോ നമ്പേഴ്സ് whose product 9 by 5 into 5 by 9 whose product with each other is 1 are called reciprocal of each other. The reciprocal of 9 by 5 is equal to 5 by 9. The reciprocal of 5 by 9 is equal to 9 by 5. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? റെസിപ്രോക്കലാണ്. ഇപ്പം 2 by 3യുടെ റെസിപ്രോക്കൽ ഏതാണ്? 3 by 2. 3 by 2ന്റെ റെസിപ്രോക്കൽ ഏതാ? 2 by 3. ഇപ്പം 7ന്റെ റെസിപ്രോക്കൽ 1 by 7. 1 by 7ന്റെ റെസിപ്രോക്കൽ 7. എന്നിട്ട് രണ്ട് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാനാണ്. റെസിപ്രോക്കൽ ഓഫ് 1 by 9, റെസിപ്രോക്കൽ ഓഫ് 2 by 7, the reciprocal of 3 is written as 3 by 1, the reciprocal of 3 by 1, the reciprocal of 7 by 10, reciprocal of 100 is written as 100 by 1, reciprocal of 3 1 by 2. It is a mixed fraction changed into improper fraction. Mixed fraction changed into improper fraction. 5 by എന്നിട്ട് വേണം നിങ്ങൾ എന്തോ കണ്ടുപിടിക്കേണ്ട? റെസിപ്രോക്കൽ കണ്ടുപിടിക്കേണ്ട. 5 by 21 അതിൻ്റെ റെസിപ്രോക്കൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് we can say that 1 divided by 1 by 2. 1 divided by 1 by 2. Now we divide these numbers. 1 divided by 1 by 2 is equal to 1 division changed into multiplication. Division into I into 1 by 2 reciprocal of 1 by 2. ഡിവിഷൻ നമ്മൾ മാറ്റിയിട്ട് ഇൻറ്റു ഇടുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? റെസിപ്രോക്കൽ ഓഫ് 1 by 2. അന്നേരം 1 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 1 by 2 ഈസ് 2 by 1. 1 into 2, 2 by 1. Next 3 divided by 1 by 4. 3 into division changed into multiplication. 3 into the reciprocal of 1 by 4. 3 into the reciprocal of 1 by 4 is 4 by 1. 3 into 4, 12. 12 by 1. 12 by 1 is equal to 12. Now 2 divided by 3 by 4.
2 divided by 3 by 4. 2 division എന്തായി മാറും? Into 2 into the reciprocal of 3 by 4 is equal to 2 into reciprocal of 3 by 4 is equal to 4 by 3. 2 into 4, 8. ഇവിടെ 1 ഉണ്ട്. 1 into 3, 3. 8 by 3. ഇനി 5 divided by 2 by 9. 5 into division എന്തായി മാറും? Into the reciprocal of 2 by 9. The reciprocal of 2 by 9 is 9 by 2. 5 into 9 by 2. 5നെ നമുക്ക് താഴെ 1 ഇടാം. 5 into 9, 45. 1 into 2, 2. Thus, to divide the whole number by any fraction, multiply that whole number by the reciprocal of that fraction. അന്നേരം we divide the whole number എന്നേതാ? ഇത് whole number by any fraction. നമ്മൾ എന്ത് കൊടുക്കണം? multiply that whole number. 3 അല്ലയോ whole number? 3 into multiply the whole number by the reciprocal of that fraction. അതായത് ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. While dividing the whole number by a mixed fraction, 4 divided by 2 by 5. എന്നാൽ ടീച്ചർ പറഞ്ഞ എന്താ? ഒരു സ്റ്റെപ്പ് എഴുതണം. 4 divided, നേരിട്ട് ഇൻറ്റു ചെയ്യരുത്. 4 divided by മിക്സഡ് ഫ്രാക്ഷനെ നിങ്ങൾ എന്താക്കണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 2 5s are 10. 10 plus 2, 12. 12 by 5. എന്നിട്ട് വേണം 4 into the reciprocal of 12 by 5. Is equal to 4 into 12 by 5. 4 is written as 4 by 1. 4 into 5, 20. 1 into 12, 12. 5 divided by 3, 1 by 3. ഒരു സ്റ്റെപ്പ് എഴുതണം. 5 divided by 3 into 3, 9 plus 10, 10 by 3. Then 5 into reciprocal of 10 by 3. Is equal to 5 into 3 by 10 is equal to 15 by 10. Next 2 by 3. First fraction is proper fraction. 2 by 3 divided by 4, 1 by 2. അവിടെ നമുക്കൊരു സ്റ്റെപ്പ് എഴുതണം. എന്താ കാര്യം? മിക്സഡ് ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. 2 by 3 divided by 9 by 2. 2 by 3 into reciprocal of 9 by 2. Then 2 by 3 into 2 by 9 is equal to 4 by 27. Next 4 3 by 5 divided by, ഇവിടെ രണ്ട് മിക്സഡ് ഫ്രാക്ഷനാണ് വന്നത്. രണ്ട് മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടും ഇംപ്രോപ്പർ ആക്കുക. 4 into 5, 20. 20 plus 3 നേരിട്ട് ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യാവും. ഡിവൈഡഡ് ബൈ 2 into 3, 6. 6 plus 2, 8. 8 by 3. എന്നിട്ട് ആദ്യം എന്ത് കൊടുക്കണം? 23 by 5 into the reciprocal of 8 by 3. 23 by 5. The reciprocal of 8 by 3 is 3 by 8 is equal to 69 by 40. While dividing the whole number by a mixed fraction, first convert mixed fraction into improper fraction and then solve it. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഹോൾ നമ്പറിനെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? കൺവേർട്ട് ദ മിക്സഡ് ഫ്രാക്ഷൻ ഇൻറ്റു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് ദെൻ സോൾവ് ഇറ്റ്. While dividing mixed fraction by another mixed fraction, first we convert the mixed fraction into improper fraction and then solve it. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ? എവിടെ മിക്സഡ് ഫ്രാക്ഷൻ വന്നാലും നിങ്ങൾ അതിനെ എന്താക്കണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് കൊടുക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇനി വാട്ട് വിൽ ബി ദ 3 by 4 ഡിവൈഡഡ് ബൈ 3? 3 by 4 ഇൻറ്റു ഡിവിഷൻ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷനായി മാറും.
3 is written as 3 by 1. The reciprocal of 3 by 1 is equal to 3 by 4 into 3 by 1 the reciprocal എന്താണ് 1 by 3. എന്നിട്ട് multiply 3 into 1 9 4 into 3 12. Next question 2 by 3 divided by 5. Mixed fraction. Mixed fraction converted into improper fraction. 2 3s are 6 plus 2 8. 8 by 5 division എന്താക്കി മാറ്റും multiplication. 5 by reciprocal of 5 by 1 is equal to 8 by 5 into 8 by 3 into the reciprocal of 5 is 1 by 5. 8 into 1 8, 3 into 5 50. 1 by 3 divided by 5 by 6. 1 by 3 into the reciprocal of 5 by 6. Is equal to 1 by 3 into the reciprocal of 5 by 6 is equal to 6 by 5. 1 into 6, 6, 3 into 5, 50. Find 3 by 5 divided by 1 by 2. 3 by 5 into reciprocal of 1 by 2 is equal to 3 by 5 into 2 by 1. 3 into 2, 6, 5 into 1, 5. 1 by 2 divided by 3 by 5. 1 by 2 into the reciprocal of 3 by 5. Is equal to 1 by 2 into the reciprocal of 3 by 5 is 5 by 3. 1 into 5, 5. 2 into 3, 6. 2 1 by 2 divided by 3 by 5. It is a mixed fraction. Converting mixed fraction into improper fraction. 2 into one step 2 by 2 into 2. 4, 4 plus 1, 5, 5 by 2 into the reciprocal of 3 by 5. നിങ്ങളൊരു സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്താൽ മതി. 3 by 5 is equal to 5 into the reciprocal of 3 by 5 is 5 by 3. 5 into 5, 25. 2 into 3, 6. 5 1 by 6 divided by 9 by 2. 5 1 by 6 is written as 5 into 6, 30, 31 by 6. into reciprocal of 9 by 2. നിങ്ങളൊരു സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യാവൂ. Is equal to 31 into 2, 62, 6 9s are 54. ഇനി 7 divided by 2, 4 by 7. എന്നിട്ട് 7 by 1, 7 by 1 divided by mixed fraction changed into improper fraction. 2 7s are 14 plus 4, 18 by 7. Is equal to 7 into the reciprocal of 18 by 7. 18 by 7 is equal to the reciprocal of 80 by 7 is equal to 7 by 8. Is equal to 49 by 8. 49 by 8. 6 divided by 5 1 by 3. 6 divided by 5 1 by 3 is equal to 16 by 3 is equal to 6 into the reciprocal of 16 by 3 is equal to 6 into the reciprocal of 16 by 3 is equal to 3 by 60 is equal to 18 by 60. Next we are going to study the decimal numbers. 253.147. In the previous class, we have learned decimal, write in the expanded form. 253.147. Write the expanded form. Expanded form, ones, tens, 100, tenth, hundredths, thousandth എന്ന TH ഉണ്ട്. അന്നേരം വൺസ്, ടെൻസ്, 100. 1 by 10-നെയാണ് 10th. പിന്നെ 1 by 100-നെ 100ths. 1 by 1000-നെ 1000th. അന്നേരം 253.147 അല്ലേ? 253. 3 in one's place, 5 is in
tens place, 2 is in hundreds place. ഈ പോയിന്റ് കഴിഞ്ഞ് വരത്തില്ല. 1 in 1 by 10th place. 10th place. 1 by 10. 4 1 by 100. 7 1 by 1000. Now the expanded form is 2 into 100 plus 5 into 10 plus 3 into 1 plus 1 into 1 by 10, 4 into 1 by 100, 7 into 1 by 1000. Next example, 25.675. What is the expanded form? First, we write the place value chart. Ones, tens, 100, 1 by 10th, 1 by 100, 1 by 1000. Five is in ones place. 2 is in 10th place. ഇവിടെ 100 place ഒന്നുമില്ല. ഇനി പോയിന്റ് കഴിഞ്ഞു. 6 1 by 10th, 7 1 by 100, 5 1 by 1000. Now it is written as 2 into 10 plus 5 into 1 plus 6 into 1 by 10 plus 7 into 1 by 100 plus 5 into 1 by 1000. 2 into 10 20 plus 5 into 1 5. 6 by 10 plus 7 by 100 plus 5 by 1000. So you get to 20 plus 5. 6 by 10 is written as 0.6 plus 7 by 100, 2 decimal place, 0.07 plus how many decimal place? 3 decimal place, 0.005. It is the expanded form. Next example, 123.35. Write the place value chart. Ones, tens, 100, 1000. 1 by 10, 1 by 100, 1 by 1000. Three. 2 in tens place, 1 in 100 place. 1000 ഒന്നുമില്ല അല്ലേ? 3 2 1 3 5. Then 1 into 100 plus 2 into 10 plus 3 into 1 plus 3 into 1 by 10 plus 5 into 1 by 100. It is written as 100 plus 20 plus 3 plus 3 by 10 plus 5 by 100. It is written as 100 plus 20 plus 3 plus 3 by 10 is 0.3 plus 5 by 100 is equal to 0.5. It is the expanded form. Expanded form നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മളെപ്പോഴും പ്ലേസ് വാല്യൂ ചാർട്ട് 1s, 10s, 100 പോയിന്റ് വരുന്നിടത്ത് 10th, 100th, 1000th വെച്ച് നമ്മൾ എഴുതുക. ഇതാണ് എക്സ്പാൻഡഡ് ഫോം. അന്നേരം റൈറ്റ് ദ എക്സ്പാൻഡഡ് ഫോം. 1.73. 1.73. 1 is in 1's place, 7 is in 10th place, 3 is in 100th place. Then 1 into 1, 7 into 1 by 10 plus 3 into 1 by 100. So you get 1 plus 0.7 plus 0.03. Then next, what is the value of how to add to decimal number? 3.9 plus 0.25. How to add it? ഡെസിമൽ പ്ലേസ് എപ്പോഴും ഒരുമിച്ച് വരണം. ഈ പോയിന്റ് 3.9
എല്ലാവരും 225 ഇവിടെ എഴുതി വയ്ക്കും, അങ്ങനെ എഴുതരുത്. 0.25 പ്ലസ് 0 ഇട്ട് കൊടുക്കാം. പ്ലസ് 5, 9 to 11. How to subtract it? 3.9 minus 0.25. 3.9 minus 0.25. Put 0. 0 minus 5. 10 minus 5, 5. 8 minus 2, 6. 3.65. Now find the value of 3.9 plus 0.25 എന്ന് പറയുമ്പോൾ നമ്മൾ ഡെസിമൽ പ്ലേസ് കറക്റ്റ് ആയിട്ട് എഴുതും. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ഇപ്പോൾ 23.6 പ്ലസ് 3.8. 23.6 3.8 എങ്ങനെ എഴുതുന്നത്? 3.8. 6 8s are 40. 132 5 plus 1 6 26. എന്നിട്ട് ഡെസിമൽ പ്ലേസ് കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയെങ്കിൽ നമുക്ക് പ്ലസ് ചെയ്യാനും ആഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇനി നോക്കിയേ, what is the value of 0.19 plus 2.3? എന്നിട്ട് 0.19 plus 2.3 put 0 30 942 2.49. What is the value of 39.87 minus 21 minus 98? 39.87 minus 21.98. 17 minus 8 9. 7 17 minus 8 8. 8 minus 1 7. Another 17.89. ഇനി നമ്മൾ ഈ പൈസയുടെ കണക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. 3 പൈസ ചേഞ്ച് ഇൻറ്റു റുപ്പീസ്. അതുപോലെ ഗ്രാം ചേഞ്ച് ഇൻറ്റു ഗ്രാം ചേഞ്ച് ഇൻറ്റു കിലോഗ്രാം ഒക്കെ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ പഠിച്ചു കാണുമല്ലോ. Converting lower units of money, length, weight to their higher units, we have required to use decimal. നമ്മൾ ലോവർ യൂണിറ്റ്സ് ഓഫ് മണി, ലെങ്ത്, വെയിറ്റ് ടു ദയർ ഹയർ യൂണിറ്റ്സ്. എങ്ങനെ? പൈസയുടെ ഹയർ യൂണിറ്റ് ഏതാ? റുപ്പീസാണ്. അതെങ്ങനെ മാറ്റാം? അന്നേരം നമുക്ക് എന്തോ കിട്ടും? ഇങ്ങനെ മാറ്റുമ്പോൾ വി ആർ റിക്വയർഡ് ടു യൂസ് ഡെസിമൽ. നമുക്ക് ഡെസിമൽ കിട്ടും. അതേപോലെ ഗ്രാം ലോവർ യൂണിറ്റാണ്. കിലോഗ്രാം എന്താണ്? ഹയർ യൂണിറ്റാണ്. അതെങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡെസിമൽ കിട്ടും. അതുപോലെ സെന്റിമീറ്റർ പിന്നെ ലോവർ യൂണിറ്റും, മീറ്റർ എന്താണ്? ഹയർ യൂണിറ്റുമാണ്. അന്നേരവും നമുക്ക് ഡെസിമൽ കിട്ടും. അതുപോലെ മീറ്ററിന്റെ ഹയർ യൂണിറ്റ് എന്താണ്? കിലോമീറ്ററാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കൺവേർട്ടിംഗ് ലോവർ യൂണിറ്റ്സ് ഓഫ് മണി, ലെങ്ത്, വെയിറ്റ് ടു ദയർ ഹയർ യൂണിറ്റ്സ് വി ആർ റിക്വയർഡ് ടു യൂസ് ഡെസിമൽ. എക്സാമ്പിൾ, 3 പൈസയുടെ ഹയർ യൂണിറ്റ് എന്താണ്? റുപ്പീസാണ് ആണല്ലോ. 3 പൈസ. അന്നേരം ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് 1 centimeter is equal to 10 millimeter. 1 meter is equal to 100 centimeter. 1 kilometer is equal to 1000 meter. 1 liter is equal to 1000 milliliter. 1 kg is equal to 1000 gram. Rupee 1 is equal to 100 paise. ഇനി ഇത് കാണിച്ചേക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ആരോ കാണിച്ചേക്കുന്നുണ്ട്, സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കണം, അല്ലെങ്കിൽ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കണം. കിലോമീറ്ററിന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം?
ഇപ്പോൾ സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ 10 കൊണ്ട്, മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട്. ഇവിടെ 10 അല്ല ഉദ്ദേശിച്ചേക്കുന്നത്, മനസ്സിലായി? ഇൻറ്റു ചെയ്യണം. എങ്ങനെ ചെയ്യുന്നത്? ഇപ്പം 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മില്ലിമീറ്റർ ആക്കാൻ 2 × 10. ഇപ്പം 3 മീറ്റർ, അതിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 3 × 100. അതാത് നമ്പർ കൊണ്ട് നിങ്ങൾ എന്ത് കൊടുക്കണം? മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തോ യൂസ് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ കാണിച്ചേക്കുന്നുണ്ട്, ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരണം. അതായത് പൈസയെ റുപ്പീസ് ആക്കണം, ഗ്രാമിനെ കിലോഗ്രാം ആക്കണം, മില്ലി ലിറ്ററിനെ ലിറ്റർ ആക്കണം. ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇപ്പോൾ പൈസയെ റുപ്പീസ് ആണെങ്കിൽ 100 കൊണ്ട്, ഗ്രാമിനെ കിലോഗ്രാം ആണെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മില്ലി ലിറ്ററിനെ ലിറ്റർ ആണെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ മീറ്ററിനെ കിലോമീറ്റർ ആക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 10 കൊണ്ട് ഡിവൈഡ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് കൊടുക്കണം? ഇൻറ്റു ചെയ്യണം. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് കൊടുക്കണം? ഡിവൈഡ് ചെയ്യണം. അന്നേരം ഇവിടെ നമ്മൾ പറഞ്ഞത് 3 പൈസ റുപ്പീസ് ആക്കുക. അന്നേരം നമുക്കറിയാം ഇവിടെ പൈസയെ റുപ്പീസ് ആക്കുക. അന്നേരം നമ്മൾ ഡിവൈഡ് ചെയ്യുക. 3/100 റുപ്പീസ് ഈക്വൽ ടു how many decimal place? 2 decimal place. Another rupees 0.03. Next 3 gram. Change it into kilogram. Then 3/1000. അതായത് 1000 gram ആണ് ഒരു kg. ഇത്രയും kg. ഈക്വൽ ടു 3 decimal place 0.003. 2 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? 12 മീറ്റർ എന്ന് പറയുമ്പോൾ 100 അല്ലേ? 100. അന്നേരം 0.12 മീറ്റർ. 2 സെൻറ്റിമീറ്റർ പിന്നെ മില്ലിമീറ്റർ അല്ല, സെൻറ്റിമീറ്ററിൻ്റെ മീറ്റർ ആക്കാൻ 2/100 സിക്കറ്റ് 0.02 മീറ്റർ. 5 മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ ആക്കാൻ 10. അന്നേരം 5/10 ഈക്വൽ ടു 0.5 സെൻറ്റിമീറ്റർ. ഇത് നമ്മൾ പിന്നെ ഏർലിയർ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടെ പറയാം. 3 പൈസ ഈക്വൽ 3/100 ഈക്വൽ 0.03. 5 gram 5/1000 ഈക്വൽ 0.005. 85 centimeter. 85 centimeter is equal to 85/100. Second 0.85 meter. 0.85 meter. 25 millimeter. 25 millimeter ne centimeter ആക്കാൻ 10 ആണ്. 25/10. ഇവിടെ 1 decimal place വരത്തുള്ളൂ 10. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്തത്? 2.5. പോയിന്റ് കഴിഞ്ഞ് എത്ര ഡെസിമൽ പ്ലേസേ വരാവൂ? ഒരു ഡെസിമൽ പ്ലേസേ വരാവൂ. 7 സെന്റിമീറ്റർ അതിനെ മീറ്റർ ആക്കാൻ എന്ത് കൊടുക്കണം? നമ്മൾ 100 കൊണ്ടാണ്. 7/100 അതിന് 2 ഡെസിമൽ പ്ലേസ് 0.07. ഇനി എക്സ്പ്രസ് ആസ് റുപ്പി യൂസിങ്, നിങ്ങൾക്ക് ഹോംവർക്കാണ്. എക്സ്പ്രസ് ആസ് റുപ്പി യൂസിങ് ഡെസിമൽ. 7 പൈസ 7 റുപ്പീസ് 7 പൈസ. അന്നേരം നിങ്ങൾ എന്ത് കൊടുക്കണം? റുപ്പീസ് അതേപോലെ ഇട്ടുകൊണ്ട് 7 പൈസയെ മാത്രം തിരുത്തിയാൽ മതി കേട്ടോ. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയാം. 7 റുപ്പീസ് 7 പൈസ. 7 റുപ്പി 7 പൈസ ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് കൊടുക്കണം? 7 റുപ്പി 7 പൈസയെ അങ്ങ് റുപ്പിയാക്കണം, ഇങ്ങോട്ട് മാറ്റി ചെയ്യണം. 7 പൈസ സിക്കറ്റ് 7/100 സിക്കറ്റ് 0.07. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് കൊടുക്കണം? 7.07 റുപ്പി. കണ്ട? അന്നേരം 7 പൈസയെ നിങ്ങൾ എന്താക്കണം? റുപ്പീസ് ആക്കണം. എന്നിട്ട് ഈ 7 പോയിന്റ് ചെയ്യും. ഇത് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത്? 7 റുപ്പി 77 റുപ്പി 77 പൈസ. ഇവിടെ എന്ത് കൊടുക്കണം? റുപ്പി അതേപോലെ ഇട്ടിട്ട് 77 പൈസയെ നിങ്ങൾ എന്താക്കണം? റുപ്പി ആക്കിയിട്ട് ചെയ്യുക. 50 പൈസ
235 paise. Now express 5 centimeter in meter and kilometer. Now 5 centimeter ne meter ആക്കണം, 5 centimeter ne kilometer ആക്കണം. Express 35 millimeter. 35 millimeter ആണ് തന്നിരിക്കുന്നത്. മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കണം, 35 millimeter മീറ്റർ ആക്കണം, 35 millimeter കിലോമീറ്റർ ആക്കണം. അടുത്തത് എക്സ്പ്രസ് ഇൻ കെ ജി. 200 gram ടു കെ ജി, കെ ജിയിലോട്ടാക്കാൻ. 3470 gram ചേഞ്ച്ഡ് ഇൻ ടു കിലോഗ്രാം. 4 kg 8 gram. ഇത് കിലോഗ്രാം ആക്കാൻ ഇതിനെ മാറ്റണ്ട, ഏത് മാത്രം മാറ്റിയാൽ മതി, 8 ഗ്രാമിനെ മാറ്റിയിട്ട് 0.2 കൊടുത്താൽ മതി. ഇനി റൈറ്റ് ദ ഫോളോയിങ് ഡെസിമൽസ് നമ്പേഴ്സ് ഇൻ ദ എക്സ്പാൻഡഡ് ഫോം. എക്സ്പാൻഡഡ് ഫോം നിങ്ങൾക്ക് മനസ്സിലായല്ലെന്ന് ആദ്യം നമ്മൾ പഠിപ്പിച്ചു. അടുത്തത് ശ്യാമ ബോട്ട് 5 kg 300 gram ആപ്പിൾസ് ആൻഡ് 3 kg 250 gram മാംഗോസ്. അന്നേരം ശ്യാമ ബോട്ട് ആപ്പിളും മാംഗോയും അന്നേരം ഇത് തമ്മിൽ ആഡ് ചെയ്യുക. സരള ബോട്ട് 4 kg 800 gram ഓറഞ്ചസ് ആൻഡ് 4 kg 150 gram ബനാനാസ്. അന്നേരം സരള മേടിച്ചത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഹൂ ബോട്ട് മോർ ഫ്രൂട്ട്സ്. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക എത്ര ഫ്രൂട്ട്സ്, ആരാണ് കൂടുതൽ ഫ്രൂട്ട്സ് മേടിച്ചത്. ഇനി ഹൗ മച്ച് ലെസ് ഈസ് 28 kilometer ദാൻ 42.6 kilometer. ഹൗ മച്ച് ലെസ് ഈസ് 28 kilometer ദാൻ 42.6 kilometer. നിങ്ങൾ എന്ത് കൊടുക്കണം, 42.6 kilometer എന്ത് മൈനസ് ചെയ്യണം, 28 kilometer മൈനസ് ചെയ്യണം. മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും ഹോംവർക്ക് ചെയ്ത് ഇന്നത്തെ ബാക്കി ക്ലാസ് അടുത്ത ദിവസം.